അതല്ലേ ഡോക്ടറുടെ വീട്? അദ്ദേഹത്തിന് മൂത്രത്തിന് ഒരു തടസ്സം. ഡോക്ടർ ഇല്ലേ? സുഖമില്ല. 2 ദിവസമായി ആരും നോക്കണില്ല. അത് നീയാ നിശ്ചയിക്കണേ? ഇടപാട് തീർക്കാൻ വന്നപ്പോ ഇവിടെ വരാനാണല്ലോ പറഞ്ഞത്. നോക്കണില്ല, കിടക്കാന്ന് പറഞ്ഞില്ലേ? എവിടെ വിദ്വാൻ? അച്ഛൻ പുറത്തെവിടേക്ക് പോയതാ. കടലാസ് കിട്ടി ബോധിച്ചു എന്ന് ഒപ്പിട്ടിട്ടുണ്ട്. എടുത്തു വയ്ക്കാം, അല്ലെങ്കിൽ പ്രോനോട് ചിന്തിക്കളയാം. മരിച്ച കുട്ടികൾക്കും കോളേജർ ഇത്രയൊക്കെ ഫണ്ട് പിരിക്കും വെച്ചാൽ മോശമില്ലല്ലോ. ഈ കടം വീടിന്ന് വെച്ച് വലിയ ആളായി നിരീക്കണ്ട. ഇനിയും എന്റെ അടുത്ത് തന്നെ വരേണ്ടി വരും. അതും പറഞ്ഞേക്ക. ഓയോ, ഇത്രത്തോളം നിരീക്കുണ്ടായില്ല. ഉണ്ണി ഏൽപ്പിച്ചയാൾ ഇത്രയ്ക്കൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. പോയി അകത്തിരിക്കാം. ആദ്യം ആളെ മനസ്സിലായില്ല. ദാസേട്ടൻ കിടക്കുക, വിളിക്കാം. ഉറങ്ങാൻ കണ്ട സമയം. ബ്ലഡി ഫൂൾ. സാറിവിടെ കുഴി നിന്ന് പോയല്ലോ രണ്ടും. സാർ ഈ വഴിക്ക് എന്റെ തോട്ടത്തിലും പുഴുക്കേട് എന്ന് തുടങ്ങി. സാർ എതിരിന് എത്ര നാളായി തുടങ്ങിയിട്ടെന്ന്? ഇവിടുത്തെ ഡോസേജ് എന്താ? ഇല്ല, വല്ലപ്പോഴും. കളവ് പറഞ്ഞാൽ ടെൽ മീ ദി ബ്ലഡി ഫാക്ട്. വല്ലാതെ ടയേർഡായപ്പോ, ബോഡി പെയിൻ അധികമായപ്പോ ഒരിക്കൽ ഡോസ്, പിന്നെ സ്റ്റിമുലേഷൻ കിട്ടാനുള്ള ഡോസ്, ദെൻ മയങ്ങാനുള്ള യൂഫോറിയ ഡോസ്. യു ഫൂൾ. ഞാൻ ലാളിച്ചു വളർത്തിയ ചെടികളൊക്കെ പൂവിടും മുമ്പേ പുഴുതിന്ന് നശിക്കണം എന്നാണ് നിയമം. ഇല്ല സാർ, ഒരു ടെറിഫിക് പീരീഡിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതിന് സ്വയം നശിക്കണോ? ഇടനാഴിയിൽ അവൻ എന്നും പതുങ്ങി നിൽക്കും. ശത്രു അവനാണ്. മരണം അവനോടാണ് യുദ്ധം. ഡോക്ടർ മുൻപേ പറഞ്ഞതുപോലെ, അല്ലാതെ അവനവനോടല്ല. ഒറ്റത്തിരി കാറ്റിൽ കെടാതെ കൊണ്ടു നടക്കലാണ് നമ്മുടെ തൊഴിൽ. ഒരുപാട് കടബാധ്യതകൾ, ഒരുപാട് പ്രോബ്ലംസ് ഇല്ലാത്തവരാരുണ്ട്? ചുമലെല്ലിനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ശക്തി. ഭാരമേറിയ കുരിശു ചുമക്കാൻ വേണ്ടി തന്നെ എന്റെ ബ്രില്യന്റ് ബോയ്സ് നശിക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമില്ല. നിങ്ങളൊക്കെ തന്നെയാണ് സമ്പാദ്യമെന്ന് മനസ്സിൽ പറയാറുണ്ട്. അത് മതി. പിന്നെ കുറെ റോസാ ചെടികളും അറിയാം സാർ.
മേലിൽ ഇത് ആവർത്തിക്കുകയില്ല എന്ന് പ്രോമിസ് ചെയ്യണം. എന്ത് പ്രൊവക്കേഷൻ ഉണ്ടായാലും പ്രോമിസ് മീ. ഡോണ്ട് ടച്ച് ഇറ്റ്. പ്രോമിസ്.